2018 യൂട്യൂബിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബ് അവരുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നു. അതിൽ ഒരു നല്ല പെർസെൻറ്റേജ് ശ്രമങ്ങളും വിജയം കാണുകയും ചെയ്യുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് 2019 യൂട്യൂബ് ചില അപ്ഡേറ്റുകളുമായിട്ട് വരികയാണ്. ഇത് ക്രിയേറ്റേഴ്സിനുള്ള അപ്ഡേറ്റ് ആണ്. യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവർക്ക്, യൂട്യൂബ് ചാനലുകൾ ഉള്ളവർക്കുള്ള അപ്ഡേറ്റുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. യൂട്യൂബിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബ് വീഡിയോകളിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കസ്റ്റം തമ്പനെയിൽ ഡിസപ്പിയർ ആയിട്ട് ബ്ലാങ്ക് ആയിട്ടായിരുന്നു കാണിച്ചിരുന്നത്, അല്ലെങ്കിൽ ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള തമ്പനയിലായിരുന്നു പല വീഡിയോകളിലും കാണിച്ചിരുന്നത്. പല ആളുകളും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇങ്ങനെ യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് തമ്പനയിൽ റിമൂവ് ആകുന്നതെന്ന്. യൂട്യൂബിൻ്റെ ഒരു ട്രയൽ പീരീഡിൽ നടക്കുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. അതായത് യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളിൽ ഫേക്ക് ആയിട്ടുള്ള തമ്പനയിലുകൾ കാണിക്കാറുണ്ട്. യൂട്യൂബ് തമ്പനയിൽ ഒരു കാര്യം കാണിക്കുന്നു, വീഡിയോയ്ക്കുള്ളിൽ മറ്റെന്തെങ്കിലും കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയാനായിട്ട് യൂട്യൂബ് ഇതേപോലെയുള്ള തമ്പനയിലുകൾ ഇടുന്ന വീഡിയോകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആ വീഡിയോകളിൽ നിന്നും തമ്പനയിൽ ആദ്യം റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള തമ്പനയിൽ ആ വീഡിയോയിൽ വരും. അതിനുശേഷം വീണ്ടും ഈ ക്രിയേറ്റർ അതേ സെയിം തമ്പനയിൽ തന്നെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം യൂട്യൂബ് കസ്റ്റം തമ്പനയിൽ ആഡ് ചെയ്യാനുള്ള ആ ഒരു ഫീച്ചർ ഡിസേബിൾ ചെയ്യും. അപ്പോൾ ഇവിടെ ആദ്യം ഒരു ചാൻസ് ഉണ്ട്, ഇതേപോലെയുള്ള തമ്പനയിൽ എന്തെങ്കിലും നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളിത് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയിൽ തമ്പനയിൽ അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ഫീച്ചർ ഡിസേബിൾ ചെയ്യും. ഇത് ഒന്നാമത്തെ അപ്ഡേറ്റ് ആണ്. ഇതിന് കാരണം വൾഗറായിട്ടുള്ള തമ്പനയിലുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വളരെ വൈറലുമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, യൂട്യൂബ് വീഡിയോകളിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ഇനി ഇങ്ങനെ കൊടുക്കുന്ന ലിങ്കുകൾ പ്രോപ്പർ ആയിട്ടുള്ള ലിങ്ക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും തെറ്റായ വഴിയിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന ലിങ്കുകൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ലിങ്കുകൾ യൂട്യൂബ് റിമൂവ് ചെയ്യും. അതിലൂടെ നമ്മളുടെ വീഡിയോയിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പല വീഡിയോകളിലും പലരും ഇതേപോലെയുള്ള ലിങ്കുകൾ കൊടുക്കാറുണ്ട്. അത് റീഡയറക്റ്റ് ചെയ്ത് പോൺ സൈറ്റുകളിലേക്കോ അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന ലിങ്കുകൾ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് സൂക്ഷിക്കുക. നിങ്ങളുടെ വീഡിയോയിൽ അങ്ങനെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്കുകൾ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നീട് അത് ഇതേപോലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ആയിട്ടൊക്കെ നിങ്ങളുടെ ചാനലിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തെറ്റായിട്ടുള്ള വളഞ്ഞ വഴിക്കുള്ള ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്കുകൾ നിങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് റിമൂവ് ചെയ്യണം. മൂന്നാമത്തെ അപ്ഡേറ്റ്, പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. മറ്റുള്ളവരെ പറ്റിക്കുകയും മറ്റുള്ളവരെ കളിയാക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അതിൽ കണ്ട് രസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹാംഫുൾ ആകുന്ന രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ വീഡിയോകളിലൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ചാനലുകൾക്ക് സ്ട്രൈക്ക് വരും. സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് 3 അടുപ്പിച്ചു വന്നു കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആവും. അല്ല എന്നുണ്ടെങ്കിൽ 1-2 സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ 3 മാസമാണ് ഒരു സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ വന്നാൽ അത് തീരാനുള്ള സമയപരിധി. അതുകൊണ്ട് നിങ്ങൾ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തോ കുഴപ്പമില്ല. എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള, മറ്റുള്ളവരെ നിസ്സഹായരാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്ത്, ഇങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടാക്കുന്ന പലരും അതിര് വിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയത്തില്ല, നിങ്ങളുടെ ചാനലിൽ സ്ട്രൈക്കും വരും, നിങ്ങളുടെ വീഡിയോ റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ യൂട്യൂബിൻ്റെ ഈ 3 അപ്ഡേറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം യൂട്യൂബിൽ മുമ്പോട്ട് പോകാൻ. ഈ വരുന്ന 2 മാസത്തിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 മാസത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മുമ്പോട്ട് യൂട്യൂബ് ചാനൽ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മളുടെ ചാനലുകളിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലുള്ള സ്ട്രൈക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ വരാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. യൂട്യൂബിൽ ഒരു നല്ല കരിയർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരെ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. യൂട്യൂബിനെ കുറിച്ചുള്ള ഒരുപാട് പുതിയ വീഡിയോകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ചാനൽ പരിചയപ്പെടുത്തുക. അതിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.